Hello everyone, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അതായത് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം ക്രിസ്മസ് ആണ്. അതും കൂടെ നമുക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ ഇനാഗ്രേഷനാണ് കേട്ടോ. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന അവസാനം നമ്മുടെ ഇനാഗ്രേഷൻ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിന് വേണ്ടിയിട്ട്. രാവിലെ തന്നെ വന്നത് എല്ലാം ഇതിൻ്റെയൊക്കെ എല്ലാം കുളമായി. രാവിലെ തന്നെ നേരത്തെ വന്നു. അപ്പോൾ ഇപ്പം തന്നെ 11:30 നമുക്ക് 12 മണി അടുത്തെന്തോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം നോക്കിയപ്പം. അപ്പോൾ ഇന്ന് ആക്ച്വലി നമുക്ക് ലൈറ്റിംഗ് സെറമണി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് സൺഡേയിലോട്ടാണ് നമ്മൾ ഫംഗ്ഷൻ എല്ലാം കൂടെ സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത്. കാരണം അപ്പോഴത്തേക്ക് എല്ലാവരും ഫ്രീ ആവുമല്ലോ. അപ്പം ഞാനിങ്ങനെ റിസോർട്ടിനൊക്കെ കണ്ട് അങ്ങനെ ഇങ്ങനെ ചരിത്രത്തിലേക്ക് നടക്കുമായിരുന്നു. കാരണം എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. കറക്കിറക്കുമ്പോൾ പിന്നെ അതിന് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആണ് ഇതിന് വേണ്ടിയിട്ട്. സോ നമുക്ക് വീഡിയോ കാണാം. ഇത് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ട്രിപ്പാണല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ പാലായ്ക്ക് പോയായിരുന്നു. പാലായ്ക്ക് ചെന്നിട്ട് അവിടുന്ന് ഒരു അമ്പലത്തിലൊക്കെ കയറി അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയി. അമ്മ പറഞ്ഞ ഒറ്റ വാക്കും തെറ്റിയില്ല. ഒരു കടകൾ പോലും തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ ക്രിസ്മസ് അല്ലേ, അവർ ആഘോഷിക്കട്ടെ. പക്ഷെ നമുക്ക് പണി കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ കാര്യം ഓർത്തപ്പോഴാട്ടോ. എല്ലാ കടകളും അവധിയായിരുന്നു, കൂട്ടത്തിൽ എല്ലാ ഹോട്ടലുകളും അവധിയായിരുന്നു. അങ്ങനെ തപ്പി അവസാനം പാലായും കഴിഞ്ഞ് എടപ്പാടി എത്തിയപ്പം ഈ ലീല ഹോട്ടൽ ഓപ്പൺ ആയിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് തവണ ഈ ഹോട്ടൽ ഈ വഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും കയറുന്ന ആദ്യമായിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഷോർട്സും ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ അതും കൂടി ഒന്ന് കാണണേ. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഇവിടുത്തെ രാവിലെ നമുക്ക് നല്ല ചൂട് പൊറോട്ടയും നല്ല സാമ്പാറും അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചായയും പിന്നെ ദോശയും എല്ലാം അടിപൊളിയായിരുന്നു എന്നുള്ളതാട്ടോ. ഈ അച്ചി അമ്മയുണ്ടല്ലോ, ഇവർ പൊറോട്ട എന്ന് പറഞ്ഞാൽ മരിച്ചു വീഴും. ഇവർ പക്ഷെ അങ്ങനെ ഇങ്ങനെ പൊറോട്ടകളൊന്നും ഇഷ്ടപ്പെടാത്തവരാണ്. പക്ഷെ ഇവർക്കും അവിടുത്തെ പൊറോട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. അങ്ങനെ മലയൊക്കെ കയറി പിന്നെ നമ്മൾ മറ്റേ ലേലം സിനിമയിലുള്ള പള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ആ പള്ളിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും അച്ചി ആ പള്ളിയും കഴിഞ്ഞ് പോകുന്നു. അതുകൊണ്ട് ചെറുതായിട്ടേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ വിഷ്വല്. പിന്നെ നമ്മൾ റിസോർട്ട് എത്തിയപ്പം ഈ ഒരു കൊക്ക് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഇന്നലെ തന്നെ പുൽക്കൂടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസിന് പുൽക്കൂടില്ല പിന്നെ എന്നെ ഒരു ഭംഗി.
വരുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ കുറേ നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടോ. അത് എല്ലാവരും ഇവിടെ തളർന്ന് കുത്തിക്കിടപ്പുണ്ട്. കാരണം നമ്മൾ രാവിലെ വന്നതാണല്ലോ. ആ പോക്ക് പോയിട്ട് അമ്മയും അച്ഛൻ എല്ലാവരും കൂടി ചോറൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിച്ചത്. നല്ല വ്യൂ ആയിരുന്നു നമുക്ക് റോഡിൻ്റെ എല്ലാം കൂടി. പിന്നെ നമ്മൾ പോകുന്ന വഴിതേ ഈ നിതീഷ് ചേട്ടൻ്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങാനായിട്ട്. ഈ ചേട്ടൻ ഭയങ്കര കമ്പനിയായിരുന്നു. നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാം. പനക്കപ്പാലം അല്ലേടാ. പനക്കപ്പാലത്ത് വരുമ്പോൾ നല്ല വെജിറ്റബിൾസും ഫിഷും ഒക്കെ കിട്ടുന്നൊരു കടയുണ്ട്. സഹായ വിലക്ക്. ചെക്കനാണ് ഇവൻ. നല്ല കമ്പനിയാണ് നമ്മളോട്. എന്താ ലതീഷോ? നിതീഷ്. ഇവിടെ വരുമ്പോ എല്ലാരും നിതീഷിനെ ചോദിച്ച് പച്ചക്കറി മേടിക്കുക. രാവിലത്തെ ഫുഡ് വൻ വിജയമായിരുന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും ഇവിടെ തന്നെ കയറി കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയാണ് കയറിയത്. പക്ഷെ പൊറോട്ട പ്രേമികളാണല്ലോ എല്ലാവരും. അതുകൊണ്ട് നമ്മൾ പൊറോട്ട പാഴ്സൽ മേടിച്ചോണ്ട് ഇറങ്ങി. പിന്നെ ക്യാമറ കണ്ട് എന്ത് പറയണം? അപ്പോൾ ഈ വീഡിയോ കണ്ട് ഞങ്ങളുടെ കൊച്ചു സന്തോഷത്തിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.